ദേശീയതലത്തിൽ വലിയ വെല്ലുവിളി നേരിടുന്നു NDA സഖ്യം എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. BJP സഖ്യം ദേശീയതലത്തിൽ വലിയ വെല്ലുവിളി നേരിടുന്നു. 290 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ NDA സഖ്യത്തിൽ ലീഡുള്ളത്. 250 സീറ്റുകളിൽ മാത്രമാണ് BJPക്ക് ലീഡുള്ളത്. 196 ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. കോൺഗ്രസിന്റെ ലീഡ് 88ലേക്ക് 52 സീറ്റുകൾ മാത്രമുള്ള കോൺഗ്രസ് ഇത്തവണ 88 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. വലിയ വെല്ലുവിളി NDA സഖ്യം നേരിടുന്നു. എക്സിറ്റ് പോളുകൾക്ക് പോലും കവച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രകടനത്തിലേക്ക് ഇന്ത്യ സഖ്യം കുതിച്ചു പോകുന്നു. അങ്ങനെ ഏറ്റവും താഴ്ന്നതിലേക്ക് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ 45 സീറ്റുകളിൽ മാത്രമാണ് NDA മുന്നിൽ. 32 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന ഇന്ത്യ സഖ്യമാണ് ഉത്തർപ്രദേശിൽ എന്ന പ്രത്യേകതയുമുണ്ട്. നമുക്ക് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അതൊന്ന് പരിശോധിക്കേണ്ടതാണ്. ആദ്യ റൗണ്ട് ഔദ്യോഗികമായി തന്നെ ഫലം വരുന്നു കഴിഞ്ഞു. അപ്പോൾ 3018 വോട്ടുകളുടെ ലീഡിലാണ് സുരേഷ് ഗോപി നിൽക്കുന്നത്. തൊട്ടു പിന്നിലുള്ളത് ഇടതുമുന്നണിയാണ്. VS സുനിൽകുമാറാണ്. 3018 വോട്ടുകൾക്ക് പിന്നിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ശ്രദ്ധിക്കണം മഞ്ജുഷ്, കെ മുരളീധരൻ 6060 വോട്ടുകൾക്ക് പിന്നിലാണ്. വളരെ ചിത്രത്തിൽ വലിയ മാറ്റം പറയുന്ന പോലെയാണ്. കെ മുരളീധരന് 7900 വോട്ടും സുനിൽകുമാറിന് 10948 വോട്ടും സുരേഷ് ഗോപിക്ക് 13966 വോട്ടുമാണ് ഉള്ളത്. അപ്പോൾ ആരുടെ വോട്ടുകളാണ് അവിടെ മറിയുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുകയാണ്. ഒന്നാം റൗണ്ട് കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ ലീഡ് കുതിച്ചുയരുകയാണ്. സുരേഷ് ഗോപിയുടെ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിൽ മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ കേരളത്തിൽ BJP ഒരു സീറ്റിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അത് തൃശ്ശൂരാണ്. തിരുവനന്തപുരത്ത് തരൂർ തന്നെയാണ് മുന്നിൽ. ആലപ്പുഴയിൽ KC കോട്ടയത്ത് UDF ലീഡ് തിരിച്ചു പിടിച്ചു. 1649 വോട്ടായി UDFന്റെ ലീഡ് മാറുകയാണ്. ഒരുപക്ഷെ അത് സെക്കൻഡ് റൗണ്ട് ആവണം. അതിന്റെ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. അതാണ് ചിത്രം. ഒപ്പം വടകരയിലും ചിത്രത്തിൽ മാറ്റമുണ്ടാകുന്നുണ്ട്. വടകരയിൽ ഷാഫി പറമ്പിന്റെ ലീഡ് 34 വോട്ടുകളായി ചുരുങ്ങുന്നു എന്ന ചിത്രമുണ്ട്. ചാലക്കുടിയിലേക്ക് വരുമ്പോൾ LDF 1148 വോട്ടുകൾക്കാണ് മുന്നിൽ. 13 സീറ്റുകളിൽ UDF, 6 സീറ്റുകളിൽ LDF, 1 സീറ്റിൽ BJP. ഇതാണ് ഏറ്റവും അപ്ഡേറ്റ്. 13-6-1. ചാലക്കുടിയിൽ LDFന്റെ ലീഡ്. ചാലക്കുടിയിൽ ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു എന്ന പ്രധാനപ്പെട്ട കണക്കുകൾ പുറത്തു വരുന്നു. അതെ, ചാലക്കുടിയിൽ LDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. കണ്ണൂരിലും കാസർഗോഡും LDFന്റെ ലീഡാണ്. ആറ്റിങ്ങിൽ LDF ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിലും കോട്ടയത്ത് ലീഡ് നില മാറി മറിഞ്ഞു. പാലക്കാട് LDF ലീഡ് ചെയ്യുന്നു 523 വോട്ടുകൾക്ക്. കണ്ണൂരിൽ LDFന്റെ MV ജയരാജൻ ലീഡ് ചെയ്യുന്നു. കാസർഗോഡും LDF ലീഡാണ്. അങ്ങനെ 13-6-1 എന്ന നിലയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ LDF, UDF, BJP ലീഡ് നില ഈ ഒരു റൗണ്ട് ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ. തൃശ്ശൂരിലാണ് ഇങ്ങനെ കാര്യങ്ങൾ മാറി മറിയുന്നത്. തൃശ്ശൂരിൽ 3018 വോട്ടുകൾ ലീഡ് ഇപ്പോൾ സുരേഷ് ഗോപിക്കുണ്ട്. ഒരു ഘട്ടത്തിൽ 3500 മുകളിൽ പോയിരുന്നു. ഇപ്പോൾ 3018ലേക്ക് സുരേഷ് ഗോപി ലീഡ് എത്തുകയാണ്. 3 മണ്ഡലങ്ങളിൽ, നേരത്തെ പറഞ്ഞ 3 മണ്ഡലങ്ങളിൽ UDFന്റെ ലീഡ് 10000 കടന്നിട്ടുണ്ട്. 10000 കടന്നു. മലപ്പുറത്ത്, വയനാട്ടിൽ, ഒപ്പം കൊല്ലത്ത് ഈ 3 മണ്ഡലങ്ങളിൽ UDFന്റെ ലീഡ് 10000 കടന്നു. അവിടെ ഏതാണ്ട് UDF ഉറപ്പിച്ച മട്ടാണ്. മറ്റു മണ്ഡലങ്ങളിൽ, ചില മണ്ഡലങ്ങളിലെങ്കിലും വാശിയേറിയ പോരാട്ടം. വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ വാശിയേറിയ പോരാട്ടം. പത്തനംതിട്ടയിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഫലങ്ങൾ മാറി മറിയുകയാണ്. ദേശീയതലത്തിലാകട്ടെ 290 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ലീഡുള്ളത്. NDA സഖ്യത്തിന് ലീഡുള്ളത്. 196 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം മുന്നേറുന്നു എന്ന നിർണായകമായ കണക്കുണ്ട്. അതിൽ 88 കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റം ഈ ഘട്ടത്തിലുണ്ട്. അങ്ങനെ വലിയ മുന്നേറ്റം 244 സീറ്റുകളിലേ ഉള്ളൂ. ദേശീയതലത്തിൽ 244 സീറ്റുകളിലെ BJP ഒറ്റയ്ക്ക് മുന്നേറുന്നു. ബാക്കി സഖ്യങ്ങളുടേതാണ്. അതെ, കേരളത്തിൽ ശ്രദ്ധേയമായ കണക്ക് വരുന്നത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോടെ കണക്ക് പരിശോധിക്കുമ്പോൾ അവിടെ 3ാം സ്ഥാനത്തേക്ക് കരീം പോയി, ഇടതു സ്ഥാനാർത്ഥി പോയി എന്ന ചിത്രമുണ്ട്. അതെന്തു സംഭവിച്ചു എന്നത് പരിശോധിക്കണം. ഒരുപക്ഷെ അത് പോസ്റ്റൽ വോട്ടുകളുടെ കണക്കാണെങ്കിൽ പോലും അത് വലിയ പരാമർശ വിധേയമാവേണ്ട കണക്കാണ്. കാരണം ചിത്രം രമേശ് രണ്ടാമത് വന്നിരിക്കുന്നു. കരീം 3ാമതാണ്. UDF ആണ് ലീഡ് ചെയ്യുന്നത്. MK രാഘവൻ കോഴിക്കോട് ലീഡ് ചെയ്യുന്നു. വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ലീഡ് 20000 കടന്നു. വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ലീഡ് 20000 കടന്നു. കേരളത്തിന്റെ ചിത്രം അങ്ങനെയാണ്. ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാവുകയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ചുരുങ്ങിയ ചില മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ ആദ്യ റൗണ്ട് ഫലങ്ങൾ ഔദ്യോഗികമായി വരാനുള്ളത്. പക്ഷേ അതുവരെയുള്ള ചിത്രം എങ്ങനെയാണ്?
സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളുടെയും ഫലസൂചനകളിലേക്ക് വരുമ്പോൾ 12 UDF-ഉം 7 ഇടതുമുന്നണിയും BJP ലീഡ് ചെയ്യുന്നത് തൃശ്ശൂരാണ്. ഇടുക്കിയിലും കൊല്ലത്തുമാണ് UDF-ന്റെ വൻ മുന്നേറ്റം കാണുന്നത്. ഡീൻ കുര്യാക്കോസും കോഴിക്കോട്ടെ ഫലമാണ് ശ്രദ്ധേയം. കോഴിക്കോട്ട് 3-ാം സ്ഥാനത്താണ് LDF സ്ഥാനാർത്ഥി. കോഴിക്കോട് 3-ാം സ്ഥാനത്താണ്. അവിടെ കോഴിക്കോട്ട് BJP സ്ഥാനാർത്ഥി MT രമേശ് 2-ാം സ്ഥാനത്തുണ്ട്. ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് MK രാഘവനാണ്. സിറ്റിംഗ് MP MK രാഘവനാണ്. എളമരം കരീം 3-ാമതായി പോകുന്നു. കോഴിക്കോട് NDAക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്ന മണ്ഡലമല്ല, A ക്ലാസ് മണ്ഡലം പോലുമല്ല. അവിടെ 2-ാം സ്ഥാനത്ത് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും MT രമേശ് എത്തുന്നു എന്നുള്ള നിർണായകമാണ്. എന്തായാലും ഉത്തർപ്രദേശിൽ 7-1 എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. 12 UDF, 7 LDF, 1 BJP. അത് തൃശ്ശൂരിലാണ്. അതെ, ദേശീയ തലത്തിലുള്ള ചിത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ NDAയുടെ ലീഡ് നില 291 ഇടത്താണ്. 197 ഇടത്ത് ഇന്ത്യ മുന്നണിയുണ്ട്. 22 ഇടം എന്ന അദ്ദേഹത്തിന്റെ പട്ടിക പരിശോധിക്കണം. അത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ഉറപ്പായും ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരുന്നതാണ് ആ വോട്ടുകൾ. പോരാട്ടം ഇഞ്ചോടിഞ്ചാണ്. രാജ്യത്തെ പോരാട്ടം ഇഞ്ചോടിഞ്ചാണ്. NDAയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള പോരാട്ടം കടുത്തത് തന്നെയാണ്. BJP ഒറ്റയ്ക്ക് 244 സീറ്റുകളിലെ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. ബാക്കി സഖ്യകക്ഷികളുടേതാണ്. അതേസമയം കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപാട് നില മെച്ചപ്പെടുത്താൻ കഴിയും. ഈ ദേശീയ തലത്തിലുള്ള മറ്റു ചില ചാനലുകൾ ഒരു വലിയ കണക്ക് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർക്കുന്നുണ്ട്. പക്ഷേ കണക്കുകൾ അതിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതാണ് നിലവിലുള്ള ദേശീയ ചിത്രം. അതാണ് പ്രേക്ഷകർ കാണുന്നത്. 291 സീറ്റുകളിലേക്ക് NDA എത്തുമ്പോൾ തൊട്ടു പിന്നിൽ വലിയ പോരാട്ടവുമായി ഇന്ത്യ മുന്നണിയുണ്ട്. ഉത്തർപ്രദേശാണ് അതിൽ ഡിസിസീവ് ഫാക്ടറായിട്ട് മാറുന്നത്. കാരണം അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതേപോലെ തന്നെ രാജസ്ഥാനിലും അങ്ങനെ തന്നെയാണ്. ഈവൻ ഗുജറാത്തിൽ പോലും 4 സീറ്റുകളിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകതയാണ്. മധ്യപ്രദേശിൽ പോലും 4 സീറ്റുകളിൽ മുന്നിൽ. അതെ, അവിടെ ചിത്രം തൃശ്ശൂരിൽ വീണ്ടും ചിത്രം മാറുന്നുണ്ട്. സുരേഷ് ഗോപി വീണ്ടും ലീഡ് ഉയർത്തുന്നു. 3428 വോട്ടുകളായി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് നില മാറുന്നുണ്ട് എന്നതാണ് ചിത്രം. UDF അവിടെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്ന് മാത്രമല്ല വലിയ പിന്നിലുമാണ്. BJP 3428 വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുന്നത്. സുരേഷ് ഗോപിക്ക് 22,009 വോട്ടുകൾ. LDF-ന് സുനിലിന് 12,581. UDF K മുരളീധരന് കിട്ടിയതാകട്ടെ 14,428 മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. അങ്ങനെ തൃശ്ശൂരിൽ BJP മുന്നിൽ, പത്തനംതിട്ടയിൽ വീണ്ടും UDF ആണ് മുന്നിൽ. ആന്റണി 1869 വോട്ടുകൾക്ക് പത്തനംതിട്ടയിൽ മുന്നേറ്റം തുടരുന്നു. ആറ്റിങ്ങലിൽ LDF ആണ് മുന്നിൽ. തൃശ്ശൂരിൽ വീണ്ടും ലീഡ് ഉയർന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വീണ്ടും കുതിച്ചു കയറുന്നു. 4113 വോട്ടുകളിലേക്ക് വരുന്നു. സുരേഷ് ഗോപിക്ക് കോൺഫിഡൻസ് കുറഞ്ഞു എന്ന വർത്തമാനം ഉണ്ടായിരുന്നു. പക്ഷേ ചിത്രമതല്ല. പക്ഷേ അതിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് മുരളീധരന്റെ വോട്ടുകളാണ്. മുരളീധരന്റെ വോട്ടുകൾ വളരെ അകലെയാണ്. സുരേഷ് ഗോപിയേക്കാൾ 10,000 വോട്ടുകൾക്ക് K മുരളീധരൻ അകലെയാണ്. പക്ഷേ സുനിലുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്ന. അവസാന നിമിഷം വരെ ഈ ആവേശം തുടരാനാണ് സാധ്യത. LDF-ന്റെ പരമ്പരാഗത കോട്ടകളുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ. അതാണ് BJP ആശങ്കപ്പെടുത്തുന്നത്. സുരേഷ് ഗോപി എന്നാലും ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. 4113 വോട്ടുകൾക്കാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലീഡ് തുടർച്ചയായിട്ടും മുന്നേറ്റം. ആലപ്പുഴയിൽ കടുത്ത മത്സരമാണ്. വീണ്ടും KC വേണുഗോപാൽ 1-ാം സ്ഥാനത്തേക്ക് ആലപ്പുഴയിൽ കുതിച്ചെത്തിയിട്ടുണ്ട്. 2-ാം സ്ഥാനത്ത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. KC വേണുഗോപാൽ ആലപ്പുഴയിൽ വീണ്ടും മുന്നിലാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്നു. 4100 കടന്നു സുരേഷ് ഗോപിയുടെ ലീഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ ഓരോ ഘട്ടത്തിലും സുരേഷ് ഗോപിയുടെ ലീഡ് ഉയരുന്നുണ്ട്. ഈ ആദ്യ റൗണ്ട് പൂർത്തിയായി കഴിയുമ്പോൾ 4000 കടന്ന സാഹചര്യം കൂടി ഇതിലൂടെ ചേർത്ത് വായിക്കണം. ദേശീയ തലത്തിൽ സാഹചര്യങ്ങൾ മാറി മറിയുന്നു. 291ലേക്ക് NDA താഴുന്ന സാഹചര്യം ചേർത്ത് വായിക്കണം. 197 ഇടത്തേക്ക് വരുന്നു. നമ്മൾ കണക്ക് നോക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ സഖ്യമാണ്. 197 തൃണമൂൽ കോൺഗ്രസ് കൂടി ചേരുമ്പോൾ ഇന്ത്യ സഖ്യം 210 കടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 210ലേക്ക് ഇന്ത്യ സഖ്യം അങ്ങനെയെങ്കിൽ എത്തും. 197 നിന്ന് 210 മുകളിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. NDA 291ലേക്ക് താഴുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കണക്ക്. യെസ്, ആലപ്പുഴയുടെ കണക്കിൽ ഔദ്യോഗികമായ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരുന്നുണ്ട്. അതിങ്ങനെയാണ്. ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ KC വേണുഗോപാൽ 1473 വോട്ടുകൾക്കാണ് മുന്നിലുള്ളത്. 2-ാം സ്ഥാനത്തുള്ളത് A മാരിഫ് തന്നെയാണ്. ഇടതുമുന്നണിയാണ്.
അദ്ദേഹത്തിന് 9638 വോട്ടുകൾ ലഭിച്ചു. തൊട്ടു പിന്നിൽ തൊട്ടടുത്ത് ശോഭാ സുരേന്ദ്രനുണ്ട് 9585 വോട്ടുകൾ. മഞ്ജുഷ, നമ്മൾ പ്രതീക്ഷിച്ചതല്ല ആലപ്പുഴയിൽ ഇങ്ങനെ. ആലപ്പുഴയിൽ പക്ഷേ KSക്ക് ലീഡ് ഉയർത്തുവാൻ കഴിയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ടൈറ്റ് ഫൈറ്റ് ആണ്. പാലക്കാട് വിജയരാഘവന്റെ ലീഡ് 3700 LDF പാലക്കാടും ആലത്തൂരും മുന്നേറ്റം തുടരുകയാണ്. ആലത്തൂരിൽ K രാധാകൃഷ്ണൻ ലീഡ്, പക്ഷേ 767 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ വിജയരാഘവന്റെ ലീഡ് 3700 ഉയർന്നിരിക്കുകയാണ്. എറണാകുളത്ത് ഹൈബി UDF 5973 ഉയർന്നിട്ടുമുണ്ട്. ഇതാണ് പ്രത്യേകത. തൃശ്ശൂരിൽ ഇപ്പോഴും സുരേഷ് ഗോപിയാണ് ലീഡ് ഇപ്പോൾ 12-7-1 എന്നുള്ളതായിരിക്കുകയാണ്. UDF 12, LDF 7, BJP 1. മാവേലിക്കരയിൽ ഇപ്പോഴും ആദ്യം തൊട്ട് അങ്ങനെയായിരുന്നു LDF ലീഡ്. ആറ്റിങ്ങൽ പക്ഷേ അടൂർ പ്രകാശ് തിരികെ പിടിച്ചു എന്ന് തോന്നുന്നു. കണ്ണൂരിൽ LDF ആണ്. ആറ്റിങ്ങൽ ഇപ്പോഴും LDF ആണ്. കോഴിക്കോട്ട് രാഘവന്റെ ലീഡ് 3000 കടന്നു. കോഴിക്കോട് MK രാഘവന്റെ ലീഡ് 3000 കടന്നു. കോഴിക്കോട്ട് MK രാഘവൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും BJP ആണ്. മൂന്നാമതാണ് ഇപ്പോൾ എളമരം കരീം കോഴിക്കോടുള്ളത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. 3000 കടന്നാണ് സംസ്ഥാനത്ത് LDF UDF സ്ഥാനാർത്ഥികൾ അങ്ങനെ തങ്ങളുടെ ലീഡ് നിലകൾ ഉയർത്തുന്നുണ്ട്. എറണാകുളത്ത് 5000 കടന്നു, കോഴിക്കോട് 3000 കടന്നു. 3 ജില്ലകളിൽ മലപ്പുറത്തും ഒപ്പം കൊല്ലത്തും